നമ്മുടെ ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നും പൊളിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന 2-3 ആർട്ടിക്കിൾസ് നോക്കാം. ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയലിൽ വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 142. ഈ ആർട്ടിക്കിൾ 142 എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിൻ്റെ ഒരു സ്പെഷ്യൽ പവറാണ്. എന്തിനാണ്? ഒരു ഡിഗ്രി, ഒരു ഓർഡർ ഇറക്കാനുള്ള സുപ്രീം കോടതിൻ്റെ സ്പെഷ്യൽ പവറാണ്. അതുപോലെ അത് നമ്മൾ മുമ്പ് സുപ്രീം കോടതിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോയിൽ ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗവർണറിന് റിലേറ്റഡ് ആയിട്ടുള്ള 2 ആർട്ടിക്കിളാണ്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 200-ഉം 201-ഉം. എന്തൊക്കെയാണ് ഈ ആർട്ടിക്കിൾ 200-ഉം 201-ഉം? ഓക്കെ, അപ്പം ഇതിൽ സക്കറിയ കമ്മീഷൻ എന്നൊരു കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് സക്കറിയ കമ്മീഷൻ? അത് സെൻറ്റർ സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ കോംപ്രിഹെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കമ്മീഷൻ ഉണ്ടാക്കിയതാണ് ഈ സക്കറിയ കമ്മീഷൻ. ഈ ആർട്ടിക്കിൾ 200-ഉം 201-ഉം ഇന്ത്യൻ ഫെഡറലിസം റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പല സ്ഥലത്ത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 200, 201 എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണേഴ്സ് അസെൻറ്റ് ടു ദ ബില്ലാണ്. അതായത് ഒരു ബില്ല് നിയമസഭ ലോക്സഭയിലൊക്കെ പാസ്സായി വരുന്ന പോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലും, ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗവർണർ ഒപ്പുവയ്ക്കും. ഗവർണർ ഒപ്പുവയ്ക്കുന്നതിനെക്കുറിച്ച് പറയുന്നതാണ് ഈ ഒരു ബില്ല്. അസെൻറ്റ് ഓഫ് ഗവർണർ. ഗവർണറുടെ വീറ്റോ പവർ ഉണ്ട്, പ്രസിഡൻറ്റിന് വേണ്ടി റിസർവ് ചെയ്യാനുള്ള ഒരു പവർ വരെ ഉണ്ട്. പിന്നെ അതാണ് ആർട്ടിക്കിൾ 201 പറയുന്നത്. ഗവർണർ റിസർവ് ദ ബിൽ ഫോർ പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിനോട് റീകൺസിഡർ ചെയ്യാൻ വേണ്ടി പറയുന്നത്.